നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിനെതിരായ കേസിൽ വനിതാ ജീവനക്കാരുടെ വാദം പൊളിയുന്നു. മൂന്ന് ജീവനക്കാരും സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന നിഗമനത്തിലേക്ക് പോലീസ്. സമാധാനമായല്ലോ, അനുഭവിച്ചോ? ദിയാകൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിന്ന് ജീവനക്കാർ കാറിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയുടെയും മുനയൊടിയുകയാണ്. ഞങ്ങളുടെ ബുദ്ധി പോയി. അഹാന നടത്തിയ ചോദ്യം ചെയ്യലിലെ കുറ്റസമ്മതം പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ദിയാകൃഷ്ണന്റെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർക്ക് തിരിച്ചടിയാവുകയാണ്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള അക്കൗണ്ട് വിവരങ്ങൾ പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് സാധാരണയിലധികം പണമെത്തിയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ഇന്നലെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിട്ടും അവർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. വക്കീലിനെ കാണാൻ പോയെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. ഇന്നും മൊഴിയെടുക്കാൻ എത്തിയില്ലെങ്കിൽ ജീവനക്കാർ മുങ്ങിയെന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. അതിനിടെ ജീവനക്കാർ ദിയാകൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിന്ന് കാറിൽ കയറി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ബലപ്രയോഗം ഫോട്ടോകളിൽ കാണാനില്ല. സാമ്പത്തിക തട്ടിപ്പ് സ്ഥിരീകരിച്ചാൽ പിന്നെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ കേസ് നിലനിന്നേക്കില്ല. ഇനി ഇത് ആവർത്തിക്കരുത്.